ദൈവത്തിൻ്റെ ജനം വാഗ്ദത്ത നാട്ടിൽ നിന്ന് പ്രവാസികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ടതായിട്ടുള്ള അവസരം. അവർക്ക് മടങ്ങി വന്നാൽ കൊള്ളാം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളാണ് അവരുടെ പ്രാർത്ഥന. വരുവാൻ സാധിക്കാതെ പോകുന്നതാണ് പ്രതിസന്ധി. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അവർക്ക് നൽകുന്നതായുള്ള വാഗ്ദാനമാണ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും, നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ്റെ കാരണം ഇടയായിട്ട് തീരുകയും ചെയ്യും. വാഗ്ദാനമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെയാണ് നാം അഭിമുഖീകരിക്കേണ്ടത്? ഒരു നിമിഷം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതിന് പ്രയാസമില്ല. ഇന്ന് വന്ന് നാളെ അത് മാറി, പനി മാറിപ്പോയി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആ പ്രയാസങ്ങൾ മാറിപ്പോകുന്നതാണെങ്കിൽ നമുക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നും. എന്നാൽ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വന്നാൽ, ദീർഘക്ഷമയോടുകൂടി ഇരിക്കേണ്ടി വന്നാൽ, പ്രതിസന്ധികൾ ഒരിക്കലും നമ്മെ തളർത്തി കളയുന്നതിനായിട്ടിടയാവരുത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നതിനായിട്ടിടയാവണം. വാഗ്ദത്തത്തിൽ വിശ്വസ്തനായുള്ള ദൈവം തമ്പുരാൻ നമ്മളുടെ കരച്ചിൽ കേൾക്കും എന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളെക്കായിട്ട് ഉത്തരം അരുളുന്നതായിട്ട് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അരുളപ്പാടിനായിട്ടും നടത്തിപ്പിനായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും കാത്തിരിക്കുക എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ പ്രതിസന്ധികളുടെ നടുവിൽ പ്രത്യാശയുള്ളവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി ജീവിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം എന്നത് ആഗ്രഹിച്ച് പ്രത്യാശയോടും കരുതലോടും കൂടി ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നിരാശരായിട്ട് തീരുന്നവരായിട്ടല്ല, പരാജിതരായിട്ട് തീരുന്നവരായിട്ടല്ല, ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവരായിട്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുന്ന ദൈവമക്കളായിട്ട് കാണപ്പെടുവാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സെൽഫോണിൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾ സെൽഫോണിലൊരു മെസ്സേജ് ഒരാൾക്ക് അയച്ചാൽ അതിൻ്റെ മറുപടി ഒരു 24 മണിക്കൂറിനകം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളുടെ മനസ്സിൽ കൂടെ വരുന്നതായുള്ള തത്രപ്പാട് എത്ര വലുതാണ് എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാനിത് കുറേ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടുകൂടെയാണ് പറയുന്നത്. തിരുമേനി ഇതൊന്നും കാണുന്നില്ല, തിരുമേനി ഒന്നും വായിക്കുന്നില്ല, തിരുമേനിൻ്റെ ഇതിന് മറുപടി തരാത്തത് ഒത്തിരി കാര്യങ്ങൾ, പരിഭവങ്ങൾ കേൾക്കുന്നതിനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് മറുപടി കിട്ടണം എന്നാഗ്രഹിക്കുന്നതായിട്ടുള്ള ആധുനിക തലമുറയുടെ മധ്യത്തിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരായി, യഹോവയുടെ നന്മകളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായി, ആ നന്മകൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ലഭ്യമായി തീരുമെന്ന് ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി ജീവിപ്പാൻ്റെ കാരണം ഏത് കാലഘട്ടത്തിലും ദൈവമക്കൾക്ക് സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അതാണ് നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആവശ്യമായിരിക്കുന്നത്. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതായിട്ടുള്ള അവസരത്തിൽ നിങ്ങളെല്ലാവരും കേൾക്കുകയുണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്നു. 2024 ആരംഭിച്ചതായുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 2025 അത് തുടരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ യുദ്ധങ്ങൾക്കൊരു വിരാമം ഉണ്ടാവുകയില്ലേ? എത്ര ആളുകളാണ് പലായനം ചെയ്യേണ്ടതായിട്ട് വരുന്നത്? എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? മണിപ്പൂർ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മളുടെ ബേബി ജോണസൺ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. വീടുകൾ ഇല്ലാതെയാകുന്നു, കത്തി ചാമ്പലായിട്ടെത്തിയിരുന്നു, മാതാപിതാക്കൾ നഷ്ടമായിട്ടെത്തിയിരുന്നു, തങ്ങൾക്ക് ഭാവി ഇരുണ്ടതായിട്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രതിസന്ധി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കുന്നതിനായിട്ട് പ്രയാസമില്ല. എന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ യഹോവയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുന്നവരായി തീരുക എന്ന് പറയുന്നത്
ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയിൽ കൂടെ മാത്രമേ, ഒരു ഡിസിപ്ലിനിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന, ധ്യാനത്തോടുകൂടിയിരിക്കുന്ന, ദൈവ ഇഷ്ടം മനസ്സിലാക്കി അത് അനുസരിക്കുവാൻ തയ്യാറുള്ള മക്കളായി തീരുന്ന ഒരു ജനതയായിട്ട് തീരുന്നതിന് നമുക്കിടയായിട്ട് തീരുമോ? ഞാനിപ്പോൾ സെൽഫോണിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ തലയുടെ അടിയിൽ ഒരു വേദപുസ്തകമൊക്കെ കാണുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മിക്കവാറും സെൽഫോണാണ് കാണുന്നത്. കാരണം വിളിച്ച ആ നിമിഷം അറിയണം, ആ നിമിഷം എന്താണെന്ന് വായിച്ചെടുക്കണം. ഉടനെ ഞാൻ എന്തെങ്കിലും ഉത്തരം പറയാറുണ്ടെങ്കിൽ പറയുന്നതിനായിട്ട് സാധിക്കണം. അതുപോലെയാണ് നമ്മൾ ഇപ്പോൾ സെൽഫോൺ അടക്കി എൻസ്ലേവ്ഡ് ആക്കിയിരിക്കുന്നത്, അടിമകളാക്കി തീർത്തിരിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച അവസരത്തിൽ ലോകത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ സെൽഫോണിൻ്റെ അടിമകളായിട്ട് തീരരുത്. ഇന്നിവിടെ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. സ്റ്റുഡൻസ് കോൺഫറൻസിൽ പോകാനായിട്ട് നമ്മളുടെ മക്കളെ എല്ലാം തയ്യാറാക്കണം. യൂണിവേഴ്സിറ്റിയിലെ കോളേജിലൊക്കെ പഠിക്കുന്നതായിട്ട് കുഞ്ഞുങ്ങളെ താല്പര്യപ്പെടുത്തണം. എന്നാൽ അങ്ങനെ താല്പര്യപ്പെടുന്ന ആ കുട്ടികളോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു സംഗതി, ഡോണ്ട് ബി എൻസ്ലേവ്ഡ് ടു യുവർ സെൽഫോൺ, മൊബൈൽ ഫോൺ. കുറച്ച് മാറ്റിവെക്കുന്നതിനായിട്ട് സാധിക്കണം. ഒരു 24 മണിക്കൂറെങ്കിലും സെൽഫോണൊന്ന് മാറ്റിവെക്കാമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? പല പ്രായത്തിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ എനിക്കറിയാം. എന്നാൽ പോലും എല്ലാ പ്രായത്തിലുള്ളവരെ ഇന്ന് അടിമകളാക്കി തീർത്തിരിക്കുന്നതായുള്ള സംഗതിയായിട്ട് മൊബൈൽ ഫോണ്, സെൽഫോണ് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നിങ്ങളതുകൊണ്ട് മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ മുഖം നോക്കി വർത്തമാനം പറയണം. ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയണം, സഹോദരങ്ങൾ സഹോദരന്മാരോട് പറയണം, സംസാരിക്കണം, കേൾക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് ഗ്രഹിക്കുന്നതിനായിട്ട് സാധിക്കണം. ഇത് മൂന്ന് കാര്യങ്ങളാണ്. പറയുക എന്ന് പറയുന്നത്, കേൾക്കുക എന്ന് പറയുന്നത്, അതിനോട് ശരിയായിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുക എന്ന് പറയുന്നത്, ഇതിലെ 3 കാര്യങ്ങളാണ്. എന്നാൽ ഈ 3 കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ ഭവനത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭവനത്തിൽ ആകെപ്പാടെ പ്രയാസമാണ്. ഇന്നൊരു സെൽഫോൺ മെസ്സേജ് മതി ഡിവോഴ്സ് ഉണ്ടാകുന്നതിനായിട്ട്, വിവാഹം മോചിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ആരെങ്കിലും ഒരാൾ സെൽഫോണിൽ എന്തെങ്കിലും ഒരു കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഏഷണിപ്പെടുത്തിയാൽ ഇറങ്ങിക്കാൻ മതി, പോയി. ബന്ധം ദൈവത്തിൻ്റേതാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പാവനമാണ്. നമുക്ക് വരച്ച് കാട്ടാനൊക്കെ പ്രയാസമുള്ളൊരു കാര്യമാണ് ബന്ധം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ദൈവം തന്നിരിക്കുന്നതായുള്ള ബന്ധങ്ങൾ അത് ദൈവികമാണ്, അത് പവിത്രമാണ്, അത് കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ളതാണ്. ആ ബന്ധത്തിലാണ് ജീവൻ ഉണ്ടാവേണ്ടത്, ആ ബന്ധത്തിലാണ് ജീവൻ വളരേണ്ടത്, ആ ബന്ധത്തിലാണ് ജീവൻ പരിപോഷിപ്പിക്കപ്പെടേണ്ടത്. ഇതെല്ലാം തിരിച്ചറിയുന്നതായിട്ടൊരു കാലഘട്ടത്തിലായി ജീവിക്കുന്നതിന് നമുക്കിടയായിട്ട് തീരണം എന്നതാണ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നതിനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള വസ്തുത. പുതിയ വർഷത്തേക്കുള്ള ഒരു മെസ്സേജായിട്ട് നമുക്കെല്ലാം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒന്നാണത്. അടിമപ്പെടരുത്. ദൈവം നൽകിയിരിക്കുന്നതായുള്ള സ്വാതന്ത്ര്യം അത് ദൈവദത്തമായിട്ട് അനുഭവിക്കുന്നതിനായിട്ട് എപ്പോഴും ഇടയായിട്ട് തീരണം എന്നത് ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നാണ്. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പേപ്പർ വായിച്ചതായുള്ള അവസരത്തിൽ ഉമ്മാ തോമസ് MLA കുറിച്ച് വായിച്ചെന്നാണ് പേപ്പർ കണ്ടത്. ഉമ്മാ തോമസ് നിങ്ങൾക്കറിയാം, കലൂർ സ്റ്റേഡിയമൊക്കെ ഉണ്ടാക്കി അവിടെ പ്ലാറ്റ്ഫോമിലിരുന്ന് നൃത്തമൊക്കെ കണ്ടുകൊണ്ടിരുന്നതായുള്ള ഉമ്മാ തോമസ് MLA അത് ഇടിഞ്ഞ് താഴെ വീണ് ആകപ്പാടെ ആശുപത്രിയിലായി. ബോധം കെട്ട് ആശുപത്രിയിൽ കിടക്കുന്നതായിട്ടുള്ള ഉമ്മാ തോമസിൻ്റെ മകൻ ഇന്ന് മകൻ വിഷ്ണു വന്ന് വിളിക്കുന്നുണ്ട് അമ്മേ എന്ന്. പരിചയമുള്ള വാക്കല്ലേ അമ്മേ എന്ന് പറയുന്നത്? അമ്മേ എന്ന് 1-2 പ്രാവശ്യം വിളിച്ച അവസരത്തിൽ ഈ ഉമ്മ
MLA കണ്ണ് തുറന്നു. അതുവരെ കണ്ണ് തുറന്നിട്ടില്ല. എന്നാൽ അമ്മ എന്നുള്ള ഒരു വിളി കേട്ട അവസരത്തിൽ കണ്ണ് തുറക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. കൈ ഒന്ന് നീട്ടിക്ക്, കൈ നീട്ടി, ഇടത്ത് കൈ നീട്ടിക്ക്, ഇടത്ത് കൈ. അപ്പോൾ വലത്ത് കൈ ഇടത്ത് കൈ നമ്മൾ വ്യത്യാസം അറിയാം. അതൊന്ന് ചലിപ്പിക്കുന്നതിനിടത്ത് തുടങ്ങി. എല്ലാം മകൻ പറയുന്നതായുള്ള അവസരത്തിൽ ആ ശബ്ദത്തെ തിരിച്ചറിയുന്നതായുള്ള അമ്മ ആ മകനോടുള്ള സ്നേഹത്തിൽ പ്രതികരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഈ സ്നേഹത്തിലുള്ള വാക്കുകൾ നമുക്ക് കൂടുതൽ ജീവൻ നൽകുന്നതാണ് എന്നത്? അബോധാവസ്ഥയിൽ ഡോക്ടർമാരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കിടക്കുന്നതായിട്ടുള്ള ആ കിടക്കയിൽ മകൻ വന്ന് അമ്മേ എന്ന് വിളിക്കുന്ന അവസരത്തിൽ ആ വിളി കേട്ട് കണ്ണു തുറന്ന് മകൻ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നതായിട്ടുള്ള അമ്മ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതായിട്ട് ഡോക്ടർമാർ മനസ്സിലാക്കുകയാണ്. അതാണ് ചോദിച്ചത്. ഈ സ്നേഹമസൃണമായ വാക്കുകൾ നമുക്കൊന്ന് ഉച്ചരിക്കുന്നതിനായിട്ടും അത് കേൾക്കുന്നതിനായിട്ടും അത് മനസ്സിലാക്കുന്നതിനായിട്ടും ഇടയാകുമ്പോൾ അത് ജീവദായകമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ സെൽഫോണിൻ്റെ വീട്ടിലൊന്നും പോവുകയില്ല. സെൽഫോൺ ജീവൻ തരത്തില്ല, ജീവൻ കളയത്തേ ഉള്ളൂ. എന്നാൽ സ്നേഹമസൃണമായുള്ള വാക്കുകൾ അന്യോന്യം സംസാരിക്കാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ ഒരു ജീവദായകമായിട്ട് മാറുന്നു. 2025 ആണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള വാഗ്ദത്തം, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയെന്നാണ് കർത്താവ് പറയുന്നത്. സമൃദ്ധിയായുള്ള ജീവൻ നൽകുക എന്നത് ക്രിസ്തീയമായുള്ള ധർമ്മമാണ്. സമൃദ്ധിയായുള്ള ജീവൻ നൽകുക എന്ന് പറയുന്നത് ക്രിസ്തീയമായുള്ള ധർമ്മമാണ്. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഏത് സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളായിട്ട് കണ്ട് അതിനെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റിയെടുക്കുന്നതായിട്ടുള്ള രൂപാന്തരത്തിൻ്റേതായിട്ടുള്ളൊരു പ്രക്രിയ നിർവഹിക്കുന്നതിനായിട്ടാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജീവൻ നഷ്ടമാക്കരുത്. ഇപ്പോൾ തിരുമേനി ഇവിടെ ഓട്ടിസം ബാധിച്ചതായുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളെ ആരംഭിച്ചതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. തിരുമേനി പറഞ്ഞു, ഒരു കല്ലൊക്കെ ബ്ലസ് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തന്നു, ഞാനത് സ്വീകരിച്ചു. അന്ന് മുതൽ ഇപ്പോൾ എൻ്റെ ചുമല് ആ ഭാരവും കയറി നിറക്കുകയാണ് ഇപ്പോൾ തിരുമേനി. എന്നാൽ ഓട്ടിസം ബാധിച്ചതായുള്ള കുഞ്ഞുങ്ങൾ പോലും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് അവരെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. അവരിൽ നിന്ന് ദൈവത്തിന് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ദർശനം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിക്കുന്നതിന് ആവശ്യമായുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു നൽകുക എന്ന് പറയുന്നത് ദൈവിക ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് പിടവ് ആശാഭവനമൊക്കെ ഏറ്റവും അർത്ഥവത്തായിട്ട് തീരുന്നത്. എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്, എത്രയെത്ര ജീവിതങ്ങളെയാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജീവിക്കുന്നതിനായൊരു സാഹചര്യം നൽകി കഴിയുമ്പോൾ ആ വ്യക്തികൾ കൊള്ളരുതാത്തവരല്ല, കൊള്ളാവുന്നവരായിട്ട് മാറുകയാണ്. ലോകത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ വളർന്നതായിട്ടുള്ളൊരു കുഞ്ഞല്ലേ ഇപ്പോൾ ഒരു വലിയ അധ്യാപകനായിട്ട്, ഒരു അഡ്വക്കേറ്റായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധിച്ചു? കൈയില്ല, കാലില്ല, നേരെ നടക്കാൻ ഒക്കുന്നില്ല, നീന്തി നടക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ വരുന്നതായുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവിയുണ്ട് എന്നത് ഉറക്കെ പറയുവാൻ്റെ കൊണ്ട് സാധിക്കുന്നത് നമുക്കാണ്. കാരണം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകത്ത് നൽകിയത് ആ ജീവനാണ്. ആ ജീവൻ പരിരക്ഷിക്കുവാനും ആ ജീവൻ അതിൻ്റെ സമൃദ്ധിയായുള്ള അനുഭവത്തിൽ അതിൻ്റെ ഫുൾനെസ്സിലേക്ക്, അതിൻ്റെ വളർച്ചയിലേക്ക്, വികസിക്കുന്നതിനൊക്കെ ആവശ്യമായുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായുള്ള കാര്യങ്ങളാണ്
എന്നത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത്, ഇന്ന് രാവിലത്തെ ന്യൂസായിട്ടാണ് നമ്മളെല്ലാവരും കേട്ടത്. പറഞ്ഞു, എല്ലാം മറക്കണം, എല്ലാം പൊറുക്കണം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മണിപ്പൂർ നടന്നതായുള്ള കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. എളുപ്പമാണോ? കുഞ്ഞുങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് അമ്മ വന്ന് കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അപ്പൻ കൊല്ലപ്പെടുന്നു, കുഞ്ഞുങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് വീട് കത്തി ചാമ്പലാകുന്നു. അങ്ങനെ എത്ര അനിഷ്ട സംഭവങ്ങൾ കണ്ണിന് മുമ്പിൽ കാണേണ്ടതായിട്ട് വരുന്നു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ ബോംബെയിലുള്ള മൂർബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ബോംബെ നഗരത്തിലെ ഈ സ്ട്രീറ്റിൽ വീണ് ജനിച്ച് വളരുന്നതായുള്ള കുട്ടികളുണ്ടല്ലോ, ഞാൻ അപ്പനും അമ്മയും ആരാന്നൊക്കെ അറിയാൻ പാടില്ലാതെ വളർന്നു വരുന്ന കുഞ്ഞ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നതായുള്ള ഒരു കേന്ദ്രത്തിലാണ് ഞാൻ പോയത്. ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങൾ പറയട്ടെ. ഫോർഗെറ്റ്, ഫോർഗിവ്, റെക്കൺസൈൽ. ഫോർഗെറ്റ്, ഫോർഗിവ്, റെക്കൺസൈൽ. സാധിക്കുമോ? ഈ കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് ഇടിച്ച് ഇല്ലാതെയാക്കി തീർക്കുന്ന ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന അമ്മമാരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കൈ നീർത്ത ഈ ചള്ളക്കെട്ടൊരു അടി തരുന്നതായുള്ള ഒരാളോട് ക്ഷമിക്കണം എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത് ഏത് ഉപദേശമായിട്ടാണ് സ്വീകരിക്കാൻ സാധിക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ആരും ഉണ്ടായിരുന്നില്ല കല്ലെറിയാനായിട്ട്. അപ്പോൾ യേശുക്രിസ്തു തലപൊക്കി നോക്കിയപ്പോൾ ആരെയും കാണാഞ്ഞ് അവരോട് ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത്. പാപം ചെയ്ത് ബന്ധങ്ങളൊക്കെ വഷളാക്കിയിരിക്കുന്ന ഹോശേയ പ്രവാചകൻ്റെ പുസ്തകങ്ങളൊന്ന് വായിച്ചാണ്, ഇതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ്. പാപം ചെയ്ത് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള അവസരത്തിൽ പൊറുക്കുവാൻ മനസ്സ് വെച്ചതായിട്ടുള്ള ഹോശേയ. കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്ന എന്നാന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നത് കർത്താവ് തന്നെ കാൽവരി ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഫോർഗെറ്റ്, ഫോർഗിവ്, റെക്കൺസൈൽ. ഇതൊരു 3 ഗുളികകളാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമെങ്കിൽ, ഇത് ദിവസവും കഴിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ ജീവിച്ചാൽ വൈറ്റമിൻ കഴിക്കുന്നതിൻ്റെ പ്രയോജനം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെല്ലാം നേരെയാകും, ഒരുമിച്ച് ജീവിക്കുന്നതിനായിട്ട് സാധിക്കും, വീട്ടിനുള്ളിൽ സന്തോഷം അലതല്ലും, അനുഗ്രഹീതമായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ്റെ കൊണ്ടിടയാവും. അവരാരും ഓടിപ്പോയി കട്ടിലിന് കീഴിലങ്ങ് കയറി കിടക്കേണ്ടതായുള്ള ആവശ്യം ഉണ്ടാകുകയില്ല. സന്തോഷം ദൈവസേനയുള്ള അനുഭവിക്കുന്നതിനിടയായിട്ട് തീരും. വളരെ പ്രയാസകരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞു, കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പറഞ്ഞു തീർത്തോണം. പറ്റുമോ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പറഞ്ഞു തീർത്തോണം. എന്നോട് ഒരാൾ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ ആ ദേഷ്യമുണ്ടല്ലോ അതൊന്നും ശമിക്കത്തുള്ളൂ. 3 ദിവസങ്ങളിൽ കുറഞ്ഞത് വേണം. നടക്കുമോ? കർത്താവ് പറഞ്ഞു, അന്ന് തന്നെ
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ റെക്കൺസൈൽഡാണ്. ആരുമില്ല നീതിമാൻ, എല്ലാവരും പാപികളാണ്. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് പാപം ചെയ്യണമെന്ന് അല്ല, അത് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. കൃപ പെരുകുന്നത് കൊണ്ട് പാപം ചെയ്യുന്നോ അല്ല, ഒരിക്കലും എന്നാണ് വരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ലൈസൻസായിട്ട് കാണാനായിട്ടില്ല. പിന്നെയോ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ക്ഷമിക്കേണ്ടതും മറക്കേണ്ടതും അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ടതും ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ തിരിച്ചറിവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി തീരുവാൻ കൊണ്ട് നമുക്ക് ഇടയാവേണ്ടത്. നമ്മുടെ കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി പറയും, തിരുമേനി കാണുന്നവരെല്ലാം ചോദിക്കും, തിരുമേനിക്ക് എന്നെ അറിയാവോ? അപ്പോൾ തിരുമേനി, പിന്നെ എനിക്കറിയത്തില്ലേ. എവിടെ അറിയാവുന്ന? മാനാമൻ കൺവെൻഷനിൽ. ആ തിരുമേനി തന്നെ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. എനിക്കെൻ്റെ ഭാര്യയെ അറിയാവുന്ന, എനിക്കെൻ്റെ ഭർത്താവിനെ അറിയാവുന്നൊക്കെ പറയുന്നതായുള്ള ആളുകൾക്ക് എന്നെ അറിയാവുന്നതായി പറയുന്നത്. എന്നെ അറിയാവുന്ന, നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ കണ്ട ആളല്ല ഇന്ന് കണ്ട ആളല്ല നാളെ. ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ആയിരിക്കുന്നത്. ജീവിതം പഠിക്കുവാനായിട്ടുള്ളതാണ്, ജീവിതം മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവരായി തീരുവാൻ കാണണം. ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രകാശിതരായി തീരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ പറഞ്ഞതിൻ്റേതായിട്ടുള്ള അർത്ഥം. പ്രതീക്ഷകളും കരുതലും ഒക്കെ ഉള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം. എങ്ങനെയാണ് മറ്റുള്ളവരെ കരുതുവാനായിട്ട് സാധിക്കുന്നത്? ഇന്നത്തെ പേപ്പറിൽ ഞാൻ വായിക്കേണ്ട ഒരു കൊമേഴ്സ് പഠിപ്പിക്കുന്നതായുള്ള അധ്യാപകൻ ഒരച്ഛനും കൂടിയാണ്. ഇവിടെ അച്ഛന്മാരെല്ലാം എന്നെ ഇപ്പോൾ നോക്കുന്നുണ്ട്, അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അച്ഛനും കൂടിയാണ്. സമൂഹത്തിൽ ഈ വീടില്ലാത്തതായുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി സുമനസ് ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ചെടുത്ത് വീട് വെച്ച് കൊടുക്കുന്നതായുള്ള ഉദ്യമമാണ്. നല്ലതാണ്. ഇപ്പോൾ തിരുമേനിയെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അഭയായെക്കുറിച്ച്, ലക്ഷ്യയെക്കുറിച്ചൊക്കെ എത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാ കൊടുത്തിട്ടായി പറയുന്നത്? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ക്രിസ്മസ് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ള പോലെ വീടില്ലാത്ത ആരും നമുക്ക് ഉണ്ടാവരുത്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കയറിക്കിടക്കാൻ ഇടമില്ലാത്തതായുള്ള ഒരാളുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുറ്റമാണ്. അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. കൊടുക്കാൻ പഠിച്ചിട്ടില്ല. എത്ര ഉണ്ടേ കൊടുക്കും, എത്ര ഉണ്ടേ കൊടുക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊടുക്കാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഒരു വിധവയുടെ കാശിനെക്കുറിച്ചൊക്കെ പറഞ്ഞില്ല, 2 കാശിനെക്കുറിച്ച്. അവളുടെ ഉപജീവനത്തിനായിട്ട് ആകെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കൊണ്ടുപോയി സ്ത്രീ ഭണ്ഡാരത്തിലിട്ടത്. അപ്പോൾ ഇട്ടിട്ട് പോകുന്നതായിട്ടുള്ള ആ സ്ത്രീയെ കർത്താവ് ഇങ്ങനെ പുകഴ്ത്തുന്ന അവസരത്തിൽ ആ സ്ത്രീയുടെ മനസ്സിൻ്റെ ചിന്തകൾ എന്നാ, ഇനി അങ്ങോട്ട് ചെന്നിട്ട് എന്നാ കലത്തി വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് ആയിട്ട് വയ്ക്കാം എന്നല്ലാതെ തന്നെ ഞാനൊക്കുന്നു. അതിനകത്ത് 2 പറ്റ അരി പോലും ഇടാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കൊടുത്ത് ആർക്കും ദൈവത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. പഠിച്ചു. കൊടുത്ത് ആർക്കും ദൈവത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്നെന്നായി പറയുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. പിന്നെ ചരിച്ച് വെച്ചാൽ ആർക്കാകും? ഞാൻ നിങ്ങളെ കുറ്റബോധമുള്ളവരകത്ത് തീർക്കുന്നില്ല. എന്നാൽ വേദപുസ്തകമൊക്കെ ഒന്ന് വായിക്കുന്നല്ല, വായിക്കുക മാത്രമല്ല പഠിക്കുക കൂടി ചെയ്യണം.
അപ്പോഴാണ് എൻ്റെ സത്യങ്ങൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തെ പിച്ചിക്കീറുന്നത്. ദൈവത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് ആർക്കും സാധിക്കത്തില്ല. കൊടുത്ത് സാധിക്കത്തില്ല. ഞാനീ പറഞ്ഞതായുള്ള വൈദികൻ 10-40 വീടുകൾ വെച്ച് കഴിഞ്ഞു. ഇനിയും 10-40 എണ്ണം വയ്ക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാ പണം? ആളുകൾ കൊടുക്കുന്നതാണ്. കൊടുക്കാൻ പഠിപ്പിക്കണം, സമാഹരിക്കാൻ പഠിപ്പിക്കണം, അത് ചെലവാക്കാൻ പഠിപ്പിക്കണം. നമുക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാനറിയാം, കൊടുക്കാനറിയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കുഴപ്പം. വാങ്ങിക്കാനറിയാം, കൊടുക്കാനറിയാൻ പാടില്ല. എന്നാൽ കൊടുക്കുന്നവരായിട്ട് തീരുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ളതാണ്. ഒരു തമിഴ്നാട്ടിലെ ഭർത്താവും ഒരു ആന്ധ്രാപ്രദേശിലെ സ്ത്രീയും അവർ വിവാഹിതരായി. അവർക്ക് ജനിച്ചതായുള്ള കുട്ടിക്ക് അവർ പേരിട്ടു പോൾ എന്നത്, പൗലോസ്. അദ്ദേഹം പഠിച്ച മിടുക്കൻ, ന്യൂയോർക്കിലാണ് താമസിച്ചത്. അവർ പഠിച്ച മിടുക്കനായി. അദ്ദേഹം ഒരു നല്ല ന്യൂറോ സർജനായിട്ട് തോന്നുന്നു. തന്നോട് കൂടെ പഠിച്ചതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിനായിട്ടൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ അവരെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ജോലി നല്ല സ്ഥാനത്തെ പ്രവേശിക്കുന്നതിനൊക്കെ സാധിച്ചു. എന്നാൽ പെട്ടെന്ന് കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് ലങ് ക്യാൻസറാണ്. 4th ഗ്രേഡായി ലങ് ക്യാൻസർ. അപ്പോൾ ഈ പോൾ താൻ കല്യാണം കഴിക്കാൻ പോകുന്നതായുള്ള സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പരിശോധിച്ച അവസരത്തിൽ എനിക്ക് ലങ് ക്യാൻസറാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഒരു 2 ആഴ്ച സമയമെടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നെ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് പ്രയാസമില്ല. നിൻ്റെ ഭാവി അനുഗ്രഹമായിട്ട് തീരണം. സമ്മതമാണ് എനിക്ക്. 2 ആഴ്ച തരാം. ഞാൻ 2 ആഴ്ചത്തേക്ക് ഫ്ലോറിഡ വരെ പോവുകയാണ്. അവിടെ പോയി അവിടുത്തെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങി തിരിച്ചു വരുമ്പോൾ നീ എന്നോട് ഉത്തരം പറഞ്ഞാൽ മതി. 2 ആഴ്ച സമയം കൊടുത്തു. ഇപ്പോൾ ഈ 2 ആഴ്ച സമയം കിട്ടിയതായിട്ടുള്ള ഈ സ്ത്രീയെ ദൈവസന്നിധിയിൽ ഇപ്രകാരം ചിന്തിച്ചു. ഒന്ന്, എന്നെ കല്യാണം കഴിക്കാനിരുന്നതായിട്ടുള്ള പോൾ പറഞ്ഞു, വേണമെങ്കിൽ എന്നെ വിട്ടിട്ട് നീ വേറെ വിവാഹം കഴിച്ച് ജീവിച്ചു. അപ്പോൾ എൻ്റെ ഭാവിയെ കരുതിയൊക്കെ സംസാരിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മാനവും ഒന്നും കണ്ടല്ലോ അദ്ദേഹത്തെ സ്നേഹിച്ചത്. അദ്ദേഹത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ സ്നേഹിച്ചത്. എങ്കിൽ ദൈവമേ, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായുള്ള മനസ്സ് എനിക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പോൾ വിളിച്ച് ചോദിച്ചു, എന്തായി? തീരുമാനം വല്ലതും ആയോ? ആയി. നിങ്ങളുടെ കൂടെ ആയുസ് വരുന്ന ജീവിക്കുന്നതിനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള വിവാഹത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്രമീകരിച്ചു. വിവാഹിതരായി തോന്നുന്നു. അവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി. അവരൊരു പുസ്തകം എഴുതുന്നതിനായിട്ട് തുടങ്ങി. ആ പുസ്തകത്തിന് തലക്കെട്ട് വെൻ ബ്രത്ത് ബിക്കംസ് എയർ എന്നാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം നമുക്കറിയാമല്ലോ അല്ലേ? നാം ബ്രീത്ത് ഇൻ ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അതിനെ ഗ്രാഫായിട്ട് കാണുന്നത് ഇങ്ങനെ കാണാം. അത് എയറായെന്ന് പറയുന്ന സമയത്ത് ഒറ്റ ലൈനായിട്ട് അങ്ങ് പോകുന്ന അവസരത്തിൽ എന്നാ അതിൻ്റെ അർത്ഥം? പോയി. എന്നാ അതിൻ്റെ അർത്ഥം? അതാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ. അവർ 2 പേരും കൂടി ആ പുസ്തകം എഴുതാനായിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭാര്യയാണ് ആ പുസ്തകം എഴുതി പൂർത്തീകരിച്ചത്. പുസ്തകം ഇന്ന് അവൈലബിളാണ് വായിക്കാനൊക്കെ. വായിച്ചിട്ടില്ലാത്ത ആളുകൾ വായിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് 2 ആളുകൾ ഒരുമിച്ച് ജീവിപ്പാൻ്റെ കോണം പ്രതിജ്ഞാബദ്ധരായിട്ട് തീർന്നത് എന്നത് മനസ്സിലാക്കുക. കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നല്ലതാണ്. എന്നാൽ ഇവിടെ ഇതാ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള 2 വ്യക്തികൾ. അതിനെങ്ങനെ കാണുന്നു?
പ്രതിസന്ധി നമ്മെ തളർത്തി കളയരുത്. ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ടായി, പ്രതിസന്ധി നമ്മളെ തളർത്തി കളയുന്നതിനായിട്ടുള്ളതല്ല, പിന്നെ പ്രതിസന്ധി നമ്മെ വളർത്തുന്നതിനായിട്ടുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപ അനുഭവിച്ച് മുതിർന്നു വരുന്നതിനായിട്ടുള്ളതാണ്. അത് ഈ രണ്ട് കൂട്ടർക്കും സാധിച്ചു. അതിൽ ഒരാൾ ഇടയ്ക്ക് മരിച്ചുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും അവരുടെ ജീവിതം ജീവിച്ചിടത്തോളം അനുഗ്രഹമായി സന്തോഷകരമായി ജീവിപ്പാനൊക്കെ ഇടയായിട്ട് തോന്നും. നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും, ഈ ഡോക്ടറെ മരിച്ചതായിട്ടുള്ള അവസരത്തിലും ആ ഡോക്ടറെ കെട്ടിയതായിട്ടുള്ള ഭാര്യ ഒരു വിധവയായിട്ട് ജീവിക്കേണ്ടി വന്നതായുള്ള അവസരത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനൊക്കെ ഒരു വിശ്വാസവും പ്രത്യാശയുമുള്ളൊരു വ്യക്തിയായി ഈ ലോകത്തിലാക്കിയിട്ട് പോകുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ അർത്ഥം? എന്താണ് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് ഒരു വിശ്വാസ സമൂഹമായിട്ട് നാം ഇടവകയിൽ ചേർന്ന് വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഒരുമിച്ച് നിന്ന് പ്രത്യാശയുള്ളവരായി കരുതുന്ന സമൂഹമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം എന്നുള്ളതാണ്. 2025 അതിനുള്ള വർഷമായി നമുക്ക് തീരട്ടെ.